ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നാം ഒന്ന് ചിന്തിക്കുന്നത് സങ്കീർത്തനങ്ങൾ 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങളാണ്. എല്ലാ മനുഷ്യർക്കും ബന്ധനങ്ങളിൽ നിന്ന് പുറത്തു കടക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ചങ്ങലകളിൽ നിന്ന് പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. തടവറയിലായിരിക്കുന്നവരും വിവിധ നിയമങ്ങളെ കീഴിലായിരിക്കുന്നവരും എല്ലാം ആഗ്രഹിക്കുന്നത് ഈ ചങ്ങലകളിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് പോകണമെന്നാണ്. സങ്കീർത്തകൻ 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവം നിയോഗിച്ചിരിക്കുന്ന അഭിഷിക്തരുടെ ചങ്ങലകൾ, വിലങ്ങുകൾ പൊട്ടിച്ചു കളഞ്ഞ് ജനപദങ്ങളുടെ മേലുള്ള ചങ്ങലകൾ അഴിച്ച് സ്വതന്ത്രരാകുവാനുള്ള ഒരു ചിന്ത നമ്മൾ കാണുകയാണ്. ഇവിടെ എങ്ങനെയാണ് തുടങ്ങുക? ജനതകൾ ഇളകിമറിയുന്നത് എന്തിന്? ഈ കാലഘട്ടവുമായി വളരെയേറെ പ്രാധാന്യമുണ്ട്. നാം ഓർക്കണം, എന്തിനാണ് ഈ ജനതകൾ ഇളകിമറിയുന്നത്? ജനപദങ്ങൾ വ്യർത്ഥമായി ഗർജിക്കുന്നത് എന്തിന്? ഗർജിക്കുക സാധാരണ മൃഗങ്ങളാണ്. സിംഹത്തിൻ്റെ ഗർജനമാണ് നമ്മൾ മുന്നിൽ കാണുക. സിംഹത്തെ ഉപമിക്കുന്ന പത്രോസ്ലീഹ ഉപമിക്കുന്ന ഒരു കാര്യമുണ്ട്. അലർന്ന സിംഹത്തെ പോലെ സാത്താൻ നിങ്ങൾക്ക് ചുറ്റും ഓടി നടക്കുകയാണ്. പറഞ്ഞു വെക്കുക, ജനതകൾ ഇളകി മറിയുന്നത് എന്തിന്? ജനപദങ്ങൾ വ്യർത്ഥമായി ഗർജിക്കുന്നത് എന്തിന്? കർത്താവിനെതിരെയും അവൻ്റെ അഭിഷക്തർക്കെതിരെയും ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുന്നു. ഭരണാധികാരികൾ കൂടിയാലോചിക്കുന്നു. നമുക്ക് അവൻ്റെ വിലങ്ങുകൾ തകർക്കാം, നമ്മുടെ മേലുള്ള ചങ്ങലകൾ നമ്മൾക്ക് പൊട്ടിച്ചെറിയാം. സ്വർഗത്തിലിരിക്കുന്നവൻ ഇവരെ നോക്കി ചിരിക്കുകയാണ്. സ്വർഗത്തിലിരിക്കുന്നവൻ ചിരിക്കുന്നു. അവൻ പുച്ഛഭാവത്തോടുകൂടി അവരെ നോക്കിക്കാണുന്നു. സ്നേഹമുള്ളവരെ, ദൈവമാണ് തൻ്റെ അഭിഷിക്തരിലൂടെ ദൈവത്തിൻ്റെ നിയമങ്ങൾ ജനതകൾക്ക് കൊടുക്കുക. അഭിഷിക്തരിലൂടെ ലഭിക്കുന്ന ചിന്തകൾ അത് സ്വീകരിക്കുവാൻ സാധിക്കാതെ അത് സന്മാർഗമാണ്, ആ സന്മാർഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് വ്യർത്ഥമായ രീതിയിൽ ജീവിക്കേണ്ടതായിട്ടുണ്ട്, സന്മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് ഞങ്ങളുടേതായ ഇഷ്ടമനുസരിച്ച് ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന തലമുറകൾ. കുട്ടികൾ വളരുമ്പോൾ വീട്ടിൽ നിന്ന് ശിക്ഷണം ലഭിക്കുന്നു. സ്കൂളുകളിൽ നിന്ന്, വിദ്യാഭ്യാസ മേഖലയിലായിരിക്കുമ്പോൾ അവിടെ നിന്ന് ശിക്ഷണം ലഭിക്കുന്നു. സന്മാർഗ ബോധം ഓരോ രാജ്യവും നൽകുന്നു. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യതിചലിച്ച് തൻ്റേതായ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുവാനും തൻ്റെ ഇച്ഛാശക്തിക്കനുസരിച്ച് മറ്റുള്ളവരെ കൂട്ടിച്ചേർക്കുവാനും പരിശ്രമിക്കുന്ന ഒരു ജനസമൂഹത്തെ നമ്മൾ കാണുകയാണ്. പ്രായപൂർത്തിയായി കഴിയുമ്പോൾ എൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, എനിക്ക് എൻ്റേതായ നിയമങ്ങളുണ്ട്, എൻ്റേതായ ഇഷ്ടങ്ങളുണ്ട്, മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും എല്ലാം
വീർപ്പിച്ച് തൻ്റെതായ ഇഷ്ടത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ ഈ നിയമങ്ങൾ കാറ്റത്തിൽ പറത്തി ഓടുന്ന ജനതയെ നോക്കി സ്വർഗത്തിലിരിക്കുന്ന ദൈവം ചിരിക്കുന്നു. അവൻ അവരെ പുച്ഛിക്കുന്നു. ഈ ലോകത്തിൻ്റെതായ നിയമങ്ങൾ ഉണ്ട്, അത് നമ്മൾ അനുസരിക്കണം. രാജ്യത്തിൻ്റെ നിയമങ്ങളുണ്ട്, അത് നമ്മൾ അനുസരിക്കണം. നമ്മൾ ആത്മീയമായി ദൈവം നമ്മളെ ഉയർത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവപ്രമാണങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ ഭൂമിയിൽ ദൈവം നിലയിരിക്കുന്ന മാതാപിതാക്കന്മാർക്ക് വിധേയപ്പെട്ട്, അധികാരികൾക്ക് വിധേയപ്പെട്ട്, മുതിർന്നവരെ ശാസിക്കാതെ സ്നേഹത്തിൻ്റെ വാക്കുകളിലൂടെ ജീവിക്കണമെന്ന് ദൈവം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, ചില കാര്യങ്ങൾ നമ്മൾ പ്രായം മുന്നോട്ട് പോകുമ്പോഴാണ് പല കാര്യങ്ങളും മനസ്സിലാക്കുക. അതാണ് മുതിർന്നവരെ വാക്കുകളെ ശ്രമിക്കുക എന്ന് പറയുക. ഒരു കാര്യം ആലോചിക്കാൻ പലരോടും ആലോചിക്കണം. നമ്മൾക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ സ്വയം ഒരു തീരുമാനമെടുക്കാതെ അറിവുള്ള പലരോടും നമ്മൾ ആലോചിക്കണം. അതുപോലെ തന്നെ ദൈവഹിതം അറിയുകയും വേണം. നമ്മൾക്കറിയാം, ലിയോ 14 മാർപ്പാപ്പ മാതാവിനെക്കുറിച്ച് പറഞ്ഞു വെച്ച കാര്യങ്ങൾ ഇത് സഭയുടെ ആദ്യ നൂറ്റാണ്ട് മുതലുള്ള കാര്യങ്ങളാണ്. എന്നാൽ അതിനെ വിമർശിക്കുവാൻ വേണ്ടി മഴ പെയ്യുമ്പോൾ ഭൂമിയിൽ നിന്ന് ചില നാമ്പുകൾ തലയെടുക്കുന്നത് പോലെ ഒരവസരത്തിനൊത്ത് അനേകർ വിമർശനമായി പുറത്തേക്ക് വരികയാണ്. ഭൂമിയിലെ രാജാക്കന്മാർ ഒരുമിച്ച് കൂടുന്നു, ഭരണാധികാരികൾ കൂടിയാലോചിക്കുന്നു. നമുക്ക് അവൻ്റെ വിലങ്ങുകൾ തകർക്കാം, നമ്മുടെ മേലെയുള്ള ചങ്ങലകൾ നമുക്ക് പൊട്ടിച്ചെറിയാം. ഇതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുക. മാതാവ് ദൈവത്തിൻ്റെ അമ്മയാണ്. മാതാവ് ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ചവളാണ്. മാതാവ് സ്വർഗരൂപിതയാണ്. ഇത് വിശ്വാസ സത്യങ്ങളാണ്. അപ്പോൾ ഈ 4 വിശ്വാസ സത്യങ്ങൾ: 1, മറിയം ദൈവത്തിൻ്റെ അമ്മയാണ്. 2, മറിയം ഉത്ഭവമില്ലാതെ ജനിച്ചവളാണ്. 3, നിത്യകന്യകയാണ്. 4, സ്വർഗാരോപിതയാണ്. 4 കാര്യങ്ങളാണ് സഭ നമ്മളെ പഠിപ്പിക്കുക. ഇന്ന് വ്യത്യസ്തമായ ഒന്നും സഭ നമ്മളെ ഇപ്പോഴും പഠിപ്പിക്കുന്നില്ല. ഫ്രാൻസിസ് ലിയോ 14 മാർപ്പാപ്പ എടുത്തു പറഞ്ഞു, ഈശോയാണ് ഏകരക്ഷകൻ, ജനം വ്യതിചലിക്കാൻ പാടില്ല. അതാണ് എടുത്തു പറയപ്പെട്ടത്. അതിനെയാണ് മറിയം പറഞ്ഞത്. കാനയിലെ വിവാഹ വിരുന്നുകൾ കാണിച്ചുകൊണ്ടാണ് പലരും പറയുക, മറിയം അവിടെ മധ്യസ്ഥം വഹിച്ചു എന്ന്. മറിയം ഈശോയുടെ അടുത്ത് മധ്യസ്ഥം വഹിച്ചില്ല. കലവറക്കാരോട് പറഞ്ഞു, അവൻ പറയുന്ന പോലെ ചെയ്യുക, അവൻ പറയുന്ന പോലെ ചെയ്യുക. അതായത് ഈശോയുടെ പക്കലേക്കാണ് മറിയം ജനത്തെ നയിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വ്യർത്ഥമായി ആക്രോശിക്കുകയാണ്, വ്യർത്ഥമായി വിലമ്പുകയാണ്. ഇതെല്ലാം കാണുന്ന ദൈവം സ്വർഗത്തിലിരുന്ന് ചിരിക്കുന്നു. ഈ വചനഭാഗം വായിച്ച് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്.
ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും നമ്മളെ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി ഒരു തോമസ് അച്ഛനെ ഓർക്കുന്നു. തോമസ് അച്ഛന് ഹാർട്ട് സംബന്ധമായ ചില രോഗത്തിന് പേരിൽ അസ്വസ്ഥനായിരിക്കുകയാണ്. അദ്ദേഹത്തിന് മെഡിസിൻ കൊണ്ട് മാറും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, പ്രത്യേകമായി ഇന്ന് ഞായറാഴ്ച ദിവസം, സാബത്ത് ആചരിക്കുന്ന ദിവസം, പുരോഹിതനും ബലിയർപ്പിക്കുന്ന ദിവസം നിങ്ങളൊന്ന് ഓർത്ത് പ്രാർത്ഥിക്കണമേ. തോമസ് അച്ഛന് പൂർണ്ണമായ സൗഖ്യം ലഭിക്കുവാൻ, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ അഭിഷേകത്തിന് മേൽ വന്ന് നിറയുവാൻ, പൂർണ്ണമായ സൗഖ്യം കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.